ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ചിരിക്കലടി ഫോട്ടോത്ത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചിരി വരുന്നു. സോ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞുള്ള നമ്മുടെ സ്വന്തം ടൊവിനോ തോമസ് നായകനായിട്ട് വരുന്ന സിനിമ ഇന്നലെ 7 മണിക്ക് ഇതിന്റെ ട്രെയിലർ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ നേരം കാത്തിരുന്നിട്ടും അളിയൻ വന്നില്ല. സോ 5 മണിക്ക് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിവേ വന്നിട്ട് ഒരു 10-15 മിനിറ്റ് ആയി. നമുക്ക് നേരെ വീഡിയോ കാണാം. ടീസർ ഒരു തേങ്ങയില്ലായിരുന്നു. ട്രെയിലർ എങ്ങനെ നോക്കാം. റെഡി? ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേർ വാസ് ഹി ഓർ ഷീ കിൽഡ് എന്നുള്ളത്. എനിക്ക് അന്വേഷിച്ച് തെളിയിക്കാൻ കഴിയാതെ പോയ 4-5 കേസുകളിൽ ഒന്നാണ്. അന്വേഷണത്തോട് യാതൊരു വിധത്തിലും സഹകരിക്കണമെന്ന പഞ്ചായത്തിന്റെ തീരുമാനം. ഒരാളായ പോരാ സാറേ, എന്റെ കൊച്ചിനോട് ഇത് ചെയ്തവൻ തന്നെ ശിക്ഷിക്കപ്പെടുന്നു. ആരെയും അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ എടുക്കാനും ഒന്നുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല സേന. ഈ കേസിലെ യഥാർത്ഥ പ്രതി തന്നെ ശിക്ഷിക്കപ്പെടണം. നിർത്തിയെടുത്തൊന്നും ഞാനിത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അൺഒഫീഷ്യലി സാറേ, ഞാൻ സാറിന്റെ ഓർഡർ കിട്ടി. ഇതിപ്പം വെറും ഒരു മിസ്സിംഗ് കേസല്ല. ഭാഗത്തുള്ള ആളൊഴിഞ്ഞ എല്ലാ പറമ്പുകളും ഉപയോഗിക്കാതെ കിടക്കുന്ന കുളങ്ങളും കിണറുകളും ഒക്കെ അരിച്ചു വളർത്തണം. കൂമ്പിനടിക്കുക. Seek and you shall find. What is that? In cinemas, February 9th. വെടിവെക്കോ ടൊവിനോ? നല്ലൊരു വെടിവെപ്പുകാരനാണോ ടൊവിനോ? ഓക്കെ, സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ടീസർ പോലല്ല, ടീസറിൽ ഒന്നുമില്ലായിരുന്നു പറഞ്ഞില്ല. ജസ്റ്റ് വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു, വണ്ടി വരുന്നു, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലായിരുന്നു, വെറുതെ കുറച്ച് കട്ട്സ് മാത്രം. പക്ഷെ ട്രെയിലറിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന പേരുമായിട്ട് ഭയങ്കര ഇതുണ്ട്. കുറെ അന്വേഷണമാണ്. അവിടെ മൊത്തം അരിച്ചു കൊടുക്കണം, ഇവിടെ മൊത്തം നോക്കണം, ഇവിടെ എടുക്കണം, അടി നോക്കണം, മേലെ നോക്കണം. ആ ഒരു അർജൻസി അത് ഭയങ്കരമായിട്ട് ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. കൊള്ളാം. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതിങ്ങനെ എന്താണ്, ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ഈ ഒരു ഫീൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ ഒരു 2.5 hours അല്ലെങ്കിൽ 2 hours അത്രയും നേരം കാണുന്ന പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് സസ്പെൻസും ആ ഒരു ത്രിൽ സംഭവമൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഭയങ്കര എൻഗേജിങ് ആയിരിക്കും. അത് ത്രില്ലർ സിനിമകൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംഭവം ഉണ്ടല്ലോ, ബാക്കിയുള്ള കഥകളൊന്നും പറയുന്ന പോലല്ല. ത്രില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറക്റ്റ് ആയിട്ട് ആ കൊലപാതകം നടന്നത് എങ്ങനെ, ഇതിപ്പോ ഇതിനെ പറയുന്നത് ഇതിപ്പോ വെറും ഒരു അന്വേഷണം അല്ല എന്ന് പറയുന്നത് പിന്നെന്താണ്, മിസ്സിംഗ് കേസല്ല, ഇത് വെറും മിസ്സിംഗ് കേസല്ല, പിന്നെന്താണ്, കൊലപാതകമാണ്. മിസ്സിംഗ് കേസായിരുന്നു, കൊലപാതകമായിട്ടുണ്ടാവും, അങ്ങനെ ആയിരിക്കുമല്ലോ. എനിവേ ആ കൊലപാതകം ആരാണെന്ന് അറിയാനുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ഈ കൊലപാതകനെ കാണിച്ചു തരണമെങ്കിൽ അയാളെ പിടിക്കൂലേ, എന്തിന്, എങ്ങനെ എന്നൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും കറക്റ്റ് ആയിട്ട് പ്രേക്ഷകന് ഫീൽ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാഗ് ഫീൽ ചെയ്യും, ഇല്ലെങ്കിൽ ഒരു തേങ്ങ ഇത് എന്തെങ്കിലും കാണിച്ചു വെക്കാൻ എന്നൊക്കെ തോന്നും. സോ ത്രില്ലർ കറക്റ്റ് ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി എന്താ പറയാ, തിയേറ്ററിൽ ഇരുന്ന് കാണാൻ ഇഷ്ടമുള്ള സിനിമകളിൽ ഒന്നാണ് ത്രില്ലേഴ്സ്. അത് ഭയങ്കര രസമാണ്. എസ്പെഷ്യലി ഈ സീറ്റ് അഡ്ജ് ത്രില്ലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. അതിങ്ങനെ ആ ഒരു നമ്മളെ ഇങ്ങനെ മുഴുകി കൊണ്ടുവരുന്ന ഒരുപാട് സിനിമകളുണ്ട്. സോ അത്തരത്തിൽ നല്ലൊരു സിനിമ ആയിരിക്കും തോന്നുന്നുണ്ട്. പിന്നെ ടൊവിനോ ലുക്ക് വൈസ് ആണെങ്കിലും ആ യൂണിഫോമിൽ അല്ലാത്ത കുറെ സംഭവങ്ങൾ കാണിച്ചതും മുടിയും സ്റ്റൈലും ഡ്രസ്സും ഒക്കെ ഒരു കുറച്ചുകൂടി പഴയ കാലത്തെ ഒരു സംഭവം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 90s ആ ഒരു സംഭവം കാലഘട്ടം ഉണ്ടല്ലോ, അങ്ങനെ ഫീൽ ചെയ്ത് എനിക്ക്. അങ്ങനെ തന്നെയാണ് ഉറപ്പ് പറയില്ല, പക്ഷെ മേ ബി അങ്ങനെ ആവാം. കാരണം അവിടെ കാണിക്കുന്ന പോലീസ് ചീഫും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈപ്പ് പഴയ സംഭവങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ നിങ്ങൾക്ക് കണ്ടെന്ന് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. നല്ല സിനിമ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ത്രില്ലർ ആയതുകൊണ്ട് അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. കൊലപാതകം, അതന്വേഷണം, അതിന്റെ സാഹചര്യങ്ങൾ, എന്തിന്, എങ്ങനെ, എപ്പോൾ പിടിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, ഒക്കെ തന്നെയാണുള്ള പരിപാടി. കണ്ടെത്തോ കണ്ടെത്തില്ലേ എന്നൊക്കെയുള്ള പരിപാടികൾ. സോ തിയേറ്ററിൽ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായോ, കമന്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ.